നിങ്ങളുടെ വീട്ടിലെ പഴയ ടി വി അല്ലെങ്കിൽ ഒരു LCD ഡിസ്പ്ലേ നിങ്ങൾക്കൊരു സ്മാർട്ട് TV ആക്കി മാറ്റണോ? എന്നിട്ട് അതിൽ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീയും കൊടുക്കാതെ 500-ലധികം ചാനലുകൾ ഫ്രീ ആയി കിട്ടുകയും കൂടെ ചെയ്താലോ? ഒരു റാസ്ബെറി പൈ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. റാസ്ബെറി പൈയിൽ ജിയോ TV എങ്ങനെ സെറ്റ് ചെയ്യാം, നമ്മുടെ ഫോൺ എങ്ങനെ TVയുടെ റിമോട്ട് കൺട്രോളറായി ഉപയോഗിക്കാം, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണും. പക്ഷേ ഇതിനൊരു റാസ്ബെറി പൈയുടെ ആവശ്യമുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാനും മറക്കണ്ട. അപ്പോൾ പരിപാടി തുടങ്ങാം. നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്: റാസ്ബെറി പൈ 2 അതിന് മുകളിലോ ഉള്ള ഒരു ബോർഡ്, സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, ജിയോ സിം. ഇത് നിങ്ങൾക്ക് സ്വന്തമായി വേണമെന്നില്ല, മറ്റാരുടെയെങ്കിലും ജിയോ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താലും മതി. HDMI ഇൻപുട്ട് ഉള്ള ഒരു TV അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ. HDMI ഇൻപുട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. HDMI നിങ്ങളുടെ TVയുടെ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ഇൻപുട്ട് ഏതാണോ അതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവെർട്ടർ വെച്ചും അത് പരിഹരിക്കാം. റാസ്ബെറി പൈയിൽ ലിബറലക് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കോഡി എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ലിബറലക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് റാസ്ബെറി പൈ ഇമേജർ ഓപ്പൺ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നമ്മുടെ റാസ്ബെറി പൈ ഡിവൈസ് തിരഞ്ഞെടുക്കണം. ഞാൻ റാസ്ബെറി പൈ 3 ആണ് എടുക്കുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കണം. മീഡിയ പ്ലെയർ OSൽ നിന്ന് ലിബറലക് തിരഞ്ഞെടുക്കാം. ഇനി ഇവിടെ നമ്മുടെ മെമ്മറി കാർഡ് തിരഞ്ഞെടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കാർഡിലെ എല്ലാ ഡേറ്റയും ഡിലീറ്റ് ആകുമെന്നൊരു വാർണിംഗ് വരും. ഇവിടെ S കൊടുത്താൽ പ്രോസസ്സ് തുടങ്ങും. ഇത് അല്പനേരം നീണ്ടു നിൽക്കും. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ കണ്ടിന്യൂ കൊടുത്തിട്ട് മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാം. ലിബറലക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത മെമ്മറി കാർഡ് റാസ്ബെറി പൈയിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് HDMI കേബിളും പവർ കൊടുക്കാനുള്ള USB മൈക്രോ കേബിളും കണക്ട് ചെയ്യാം. ഒരു കീബോർഡും മൗസും വേണം. അതും USB പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. വയറുള്ള കീബോർഡും മൗസും ആണെങ്കിലും കുഴപ്പമില്ല, അതും വർക്കാകും. ഇനി ഓൺ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യേണ്ടത്. ആദ്യം ഭാഷ. ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഹോസ്റ്റ് നെയിം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അത് ഞാൻ മാറ്റുന്നില്ല. ഇപ്പോഴുള്ളതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ വൈഫൈയിൽ കണക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് പാസ്വേഡ് കൊടുത്താൽ കണക്റ്റ് ആകും. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് അടിക്കാം. ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇവിടെ ഞാൻ മാറ്റമൊന്നും വരുത്താതെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇനിഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ആദ്യം സ്ക്രീനിൽ കാണുന്ന സെറ്റിംഗ്സിലെത്തണം. ഇവിടെ അപ്ഡേറ്റ്സിൽ നെവർ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്നത് സെലക്ട് ചെയ്യണം. അൺനോൺ സോഴ്സ് എന്നത് ഓൺ ചെയ്തിട്ട് യെസ് കൊടുത്ത് കൺഫേം ചെയ്യണം. ഇനി സ്ക്രീനിൽ കാണുന്നത് പോലെ അടുത്ത സെറ്റിംഗ്സിൽ വരണം. ഇവിടെ സ്ക്രീനിൽ കാണുന്ന URL ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് OK കൊടുക്കാം. ഇവിടെ ഒരു പേര് കൊടുക്കണം. ഞാൻ ജിയോ എന്ന് കൊടുക്കുകയാണ്. ഇനി OK കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പാത്തിലേക്ക് വരണം. ഇവിടെ നമ്മൾ ഇപ്പോൾ കൊടുത്ത പേരിൽ ഒരു ഐറ്റം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിപ്പ് ഫയൽ കാണും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പേരിലുള്ള റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ആകും. ഇനി ഹോമിൽ വന്നിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ റീബൂട്ട് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കണ്ട. റീബൂട്ടിംഗ് കഴിയുമ്പോൾ വീഡിയോയിലേതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പാത്തിലേക്ക് വരണം. ഇവിടെ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ OK കൊടുക്കണം. ഇപ്പോൾ ജിയോ TV ഇൻസ്റ്റാൾ ആയി. ഇനി ജിയോ TV ഓപ്പൺ ചെയ്യാം. അതിന് ഹോമിൽ വന്നിട്ട് ആഡ് ഓൺസിൽ നിന്ന് ജിയോ TV എടുക്കണം. ഇവിടെ ലാംഗ്വേജസിൽ നിന്ന് ഒരു ഭാഷ എടുത്തിട്ട് ഒരു ചാനൽ സെലക്ട് ചെയ്യാം.
ആദ്യം കയറുന്നത് കൊണ്ട് ലോഗിൻ ചെയ്യണം. അതിനിവിടെ കീബോർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവിടെ 2 തരത്തിൽ ലോഗിൻ ചെയ്യാം, പാസ്വേഡ് ഉപയോഗിച്ചും OTP ഉപയോഗിച്ചും. പാസ്വേഡ് അറിയില്ലെങ്കിൽ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ലോഗിൻ ചെയ്യേണ്ടി വരും. ഞാൻ പാസ്വേഡ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അതിന് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജിയോ ഫോൺ നമ്പർ കൊടുക്കണം. ഇവിടെ പാസ്വേഡും കൊടുത്തിട്ട് OK കൊടുക്കാം. ഇപ്പോൾ ലോഗിനായി. ഇനി ചാനൽ എടുക്കാം. ആദ്യമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വൈഡ് വൈൻ എന്നൊരു ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യണം. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഇതൊരു 20 മിനിറ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അങ്ങനെ വൈഡ് വൈൻ ഇൻസ്റ്റാളായി. ഇപ്പോൾ ചാനൽ ഓപ്പൺ ആകും. കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാനാണ് ബ്ലറാക്കിയിരിക്കുന്നത്. ജിയോ TVയിൽ കിട്ടുന്ന 500-ലധികം ചാനലുകൾ നമുക്ക് ഫ്രീ ആയി ഇതുപയോഗിച്ച് കാണാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മൗസ് ഉപയോഗിച്ചാണ്. നമ്മുടെ ഫോൺ എങ്ങനെ ഒരു റിമോട്ട് കൺട്രോളറായി ഉപയോഗിക്കാം എന്നിനി നോക്കാം. ഫോൺ റിമോട്ട് കൺട്രോളറായി ഉപയോഗിക്കാൻ ആദ്യം സ്ക്രീനിൽ കാണുന്ന പാത്തിലെ സെറ്റിംഗ്സിലേക്ക് വരണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യണം. യൂസർ നെയിം ഞാൻ മാറ്റുന്നില്ല, കോഡി എന്ന് തന്നെ വെക്കുകയാണ്. പാസ്വേഡും തൽക്കാലം ഞാൻ കോഡി എന്ന് തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇനി ഇവിടെ അലോ റിമോട്ട് കൺട്രോളർ വയ HTTP എന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം. വാർണിംഗ് വരുമ്പോൾ യെസ് കൊടുക്കണം. ഇനി ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കോഡി റിമോട്ട് എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് റിസൾട്ടിൽ നിന്നും യാറ്റ്സെ എന്ന ആപ്പ് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ആപ്പ് ഓപ്പൺ ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡിറ്റക്റ്റഡ് ഹോസ്റ്റ് എന്ന ഭാഗത്ത് നമ്മുടെ കോഡി ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ കുറച്ചു മുമ്പ് സെറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. എന്നിട്ട് ആഡ് ഹോസ്റ്റിൽ ടാപ്പ് ചെയ്യുമ്പോൾ സെറ്റപ്പ് കംപ്ലീറ്റ് ആകും. ഇനി മുതൽ നമുക്ക് ഫോൺ നമ്മുടെ സ്മാർട്ട് TVയുടെ റിമോട്ടായി ഉപയോഗിക്കാം. ജിയോ TV മാത്രമല്ല, യൂട്യൂബ്, ഡെയിലി മോഷൻ പോലുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ചില OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇതുപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കണ്ട. പക്ഷേ ഇതിനൊക്കെ റാസ്ബെറി പൈയുടെ ആവശ്യമുണ്ടോ? ഒരു റാസ്ബെറി പൈ ഇല്ലാതെ തന്നെ ജിയോ TV മറ്റ് സ്ട്രീമിംഗ് സർവീസുകൾ നമുക്ക് കിട്ടും. ആൻഡ്രോയിഡ് ബോക്സ്, ആപ്പിൾ TV, ആമസോൺ ഫയർ TV സ്റ്റിക്ക്, അങ്ങനെ പല ഓപ്ഷനുകളും ഉണ്ട്. അതിലൊക്കെ താരതമ്യേന എളുപ്പത്തിൽ സെറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് അധികം ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അതായിരിക്കും നല്ല ഓപ്ഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു റാസ്ബെറി പൈ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു പ്രോജക്റ്റാണിത്. അതിന് കൂടുതൽ ചിലവൊന്നും വരുന്നില്ല. മറ്റൊരു കാര്യം, റാസ്ബെറി പൈക്ക് ഈ ഒരു ഉപയോഗം മാത്രമല്ല ഉള്ളത്. അത് വെച്ച് എങ്ങനെ ഒരു ആഡ് ബ്ലോക്കർ ഉണ്ടാക്കുക എന്നൊരു വീഡിയോ മുൻപ് ഈ ചാനലിൽ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കണ്ട. റാസ്ബെറി പൈ ഒരു മിനി കമ്പ്യൂട്ടറായി പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് റാസ്ബെറി പൈ ഉപയോഗിച്ച് കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു റാസ്ബെറി പൈ വാങ്ങി ഈ പ്രോജക്റ്റ് ചെയ്യാം. വാങ്ങുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.